ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലട്ടുമാസ് മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ. ഇന്ന് നമ്മളൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് കാണാൻ പോകുന്നത്. പോളണ്ട് എന്ന് പറഞ്ഞ നാടില്ലേ, അവിടെ ക്രൈം റേറ്റ് കുറവാണ്. അവിടുത്തെ ഒരു ഗ്രാമത്തിൽ, കൊലപാതകങ്ങളെ നടക്കാത്തൊരു ഗ്രാമത്തിൽ പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ബോഡി കണ്ടുകിട്ടുന്നു. ഇതിനെ തുടർന്ന് മറ്റൊരു ബോഡിയും കൂടെ പോലീസുകാർക്ക് കണ്ടുകിട്ടുന്നു. ഈ രണ്ട് കൊലപാതകങ്ങൾക്കും 15 വർഷങ്ങൾക്ക് മുന്നേ കാണാതെ പോയ ഒരു പെൺകുട്ടിയുമായി ബന്ധമുണ്ടെന്ന് നമ്മുടെ നായിക കണ്ടുപിടിക്കുകയാണ്. ആ പെൺകുട്ടി ഇവളുടെ കൂട്ടുകാരിയായിരിക്കും. സോ അവൾക്ക് എന്താണ് പറ്റിയെന്നറിയാൻ വേണ്ടി ഈ സാധാരണക്കാരിയായ ഗ്രാമവാസി നായിക ആ കേസ് അന്വേഷിച്ചു പോവുക. എന്നിട്ട് അവൾ എന്തൊക്കെ കിടുകിടുക്കും സത്യങ്ങളാണ് കണ്ടുപിടിച്ചത്. അതാണ് ഈ കഥയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു സുന്ദരിയായ വീട്ടമ്മ അളിഞ്ഞാപ്പിള് മാത്രം നോക്കി പെറുക്കിയെടുക്കും. അവളതിൽ വിദഗ്ധയാണ്. ചേച്ചി ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുക. ഒരു സുന്ദരമായ ഗ്രാമം. അവിടുത്തെ അന്തേവാസിയാണ് ഈ ചേച്ചി. ആ ഗ്രാമത്തിൽ വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇവർക്കെല്ലാം പരസ്പരം അറിയുകയും ചെയ്യാം. ഒക്കെ എല്ലാവർക്കും ടാറ്റയൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വരാണ്. വീട്ടിൽ ഒരു ഭർത്താവും 2 കുട്ടികളും. അവർ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയാവും. അതേസമയം പുറത്തുപോയ അമ്മേനെയും കാത്തിരിക്കുകയാണ്. അമ്മ വന്ന ഉടനെ അച്ഛൻ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. കാരണം പുള്ളിക്കാരന് ഒരു സൈക്കിൾ റൈഡ് പോകാനുണ്ട്. അതിനിപ്പോൾ സമയം വൈകിയിരിക്കുന്നു. അമ്മ വന്നാലല്ലേ അപ്പന് പോകാൻ പറ്റുള്ളൂ. നേരം വൈകി വന്നതുകൊണ്ട് ഏട്ടൻ ചേച്ചീനെ കുറച്ച് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ച് അമ്മ ഭക്ഷണം പാചകം ചെയ്ത് ഭർത്താവിനും കുട്ടികൾക്കും വിളമ്പിക്കൊടുക്കുക. ഇവരാണ് നമ്മുടെ നായിക ഒരു ഹൗസ് വൈഫാണ്. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോയിൻ ഭർത്താവിനോട് ചോദിക്കും, നമുക്ക് നാളെ ഒരു സിനിമയ്ക്ക് പോയാലോ എന്ന്. കുട്ടികൾക്കും ഭയങ്കര താല്പര്യമാണ്. എന്നാൽ ഭർത്താവ്, എനിക്ക് നാളെ ഒരു ടെന്നീസ് മാച്ച് ഉണ്ട്, ഷ്വൻസ്കി എന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ വെച്ചിട്ടാണ്. അയാളുമായിട്ട് നമുക്കൊരു ബിസിനസ് ബന്ധമുണ്ട്. ആ ബന്ധത്തിന് വേണ്ടിയിട്ടാണ് ഈ ടെന്നീസ് കളിക്കുന്നത്. അതുകൊണ്ട് അത് മുടക്കാൻ പറ്റില്ല, നാളെ പോകാൻ കഴിയില്ല എന്ന് പറയും. അതാ നാട്ടിലെ വലിയൊരു പൊളിറ്റീഷ്യനാണ്. പുള്ളിക്കാരൻ പുതുതായി ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട്. ആ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളി ഈ ടെന്നീസ് പ്ലേ ഒക്കെ നടത്തുന്നത്. ഇത് പറഞ്ഞ് ഹീറോയിൻ ഭർത്താവിനെ കളിയാക്കുന്നു. അത് കഴിഞ്ഞൊന്ന് വൈകിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതിനിടയ്ക്ക് ഹീറോയിൻ ഭർത്താവിന്റെ കോട്ടിൽ ഒരു പെർഫ്യൂം വാങ്ങിച്ചതിന്റെ റെസിപ്റ്റ് കാണും. ഇത് കണ്ട് അവള് സന്തോഷിക്കുക. ഭർത്താവിനോടൊന്നും പറയുന്നുമില്ല. ഞാൻ പട്ടിയെ നടത്തിയിട്ട് വരാം എന്നും പറഞ്ഞ് ഇവള് പട്ടിയും കൊണ്ട് റോഡിലേക്ക് ഇറങ്ങും. എന്നിട്ട് തന്റെ ഉറ്റ സുഹൃത്തിനെ വിളിക്കുക. അതൊരു അരപ്രാന്തിയായ പെണ്ണാണ്. ചൈനീസ് വിഷറിപ്പയറ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. ആ കൂട്ടുകാരിയെ വിളിച്ചിട്ട് ഹീറോയിൻ പറയും, എന്റെ ഭർത്താവ് വില കൂടിയ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്, ഞാൻ അതിന്റെ റെസിപ്റ്റ് കണ്ടു. പക്ഷെ ഈ നേരമായിട്ടും എനിക്ക് അങ്ങേരെ അത് സമ്മാനമായി തന്നിട്ടില്ല. സർപ്രൈസ് ആയിട്ട് വെച്ചിരിക്കാൻ തോന്നണോ? എപ്പോഴെങ്കിലും തരുമായിരിക്കും. പുള്ളിക്ക് ഇപ്പോഴൊക്കെ എന്നോട് സ്നേഹം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. ഇത് കേട്ടിട്ട് കൂട്ടുകാരി പറയും, അങ്ങനെ ആനന്ദിക്കാൻ വരട്ടെ. ഒരുപക്ഷെ അത് നിനക്ക് വേണ്ടി വാങ്ങിയതല്ലെങ്കിലോ, വേറെ ആർക്കെങ്കിലും വേണ്ടിയിട്ട് വാങ്ങിയതാണെങ്കിലോ, അതാദ്യം ഉറപ്പ് വരുത്തിയിട്ട് മതി സന്തോഷം എന്ന് പറയാണ് കൂട്ടുകാരി. ഈ സമയത്ത് ഹീറോയിന്റെ പട്ടി എന്തോ കണ്ട് കാട്ടിലേക്ക് ഓടിപ്പോകും. വിളിച്ചിട്ട് തിരികെ വരുന്നില്ല. സോ ഇവള് പട്ടിയുടെ അടുത്തേക്ക് പോവാ. അപ്പണ്ട് ഈ പട്ടി മരിച്ചു കിടക്കുന്ന ഒരു ലേഡിയുടെ ഡെഡ് ബോഡിക്കരികിൽ മണത്ത് നടക്കുകയാണ്. ഇത് കണ്ടുടനെ ഹീറോയിൻ പേടിച്ച് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുന്നു. പോലീസ് പടയും ഫോറൻസിക്കും ഒക്കെ വന്ന് ആ സ്ഥലം മുഴുവൻ മാർക്ക് ചെയ്ത് പരിശോധിക്കുകയാണ്. അപ്പോഴായിരിക്കും ലോക്കൽ ഇൻസ്പെക്ടർ അങ്ങോട്ട് വരുന്നു. അത് മറ്റാരുമല്ല, ഹീറോയിന്റെ കൂടെ പഠിച്ച, സ്കൂൾ മുതൽ കൂടെ പഠിച്ച ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ് ജെയ്സക്. ആ കൂട്ടുകാരിയുടെ അനിയനും കൂടിയാണ് ഈ ജെയ്സക്. ഇവര് ചെറുപ്പം മുതൽ ഇന്നേ വരെ ഈ വില്ലേജിലൊരു കൊലപാതകം നടന്നതായി കേട്ടിട്ടേയില്ല. ഇതൊരു പേടിപ്പിക്കുന്ന സംഭവമാണെന്ന് ഹീറോയിൻ ആ പോലീസുകാരനോട് പറയുക. ഈ പെണ്ണിനെ പരിചയമുണ്ടോന്ന് അയാൾ ചോദിക്കും. ഇവൾക്ക് പരിചയമില്ല, ഈ സ്ഥലത്ത് ഇതിനു മുന്നേ കണ്ടിട്ടുമില്ല. എന്തായാലും ഒരു പാർട്ടി കഴിഞ്ഞാണ് ഈ പെൺകുട്ടി വന്നിരിക്കുന്നത്. കാരണം പാർട്ടി വിയർ ആണ് ധരിച്ചിട്ടുള്ളത്. വേറെന്തെങ്കിലും ദുരൂഹമായി എന്തെങ്കിലും നീ കണ്ടിരുന്നോ എന്ന് ചോദിക്കുക പോലീസ്. ഹീറോയിൻ പറയും, ഇല്ല കണ്ടിട്ടില്ല. എന്തായാലും ഞാൻ ഈ ബോഡി കണ്ടത് 37 മിനിറ്റ് മുന്നേ. അപ്പോഴും അവളുടെ ശരീരത്തൊന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു 10:20 ഈ കൊലപാതകം നടന്നിട്ടുണ്ടാവണം. ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരന് ദേഷ്യം വരും. ഞാൻ അതൊന്നും നിന്നോട് ചോദിച്ചിട്ടില്ല, അത് ഞങ്ങളുടെ പണിയാ, പോലീസുകാരുടെ പണി. നീ കൂടുതൽ സ്മാർട്ട് ആവണ്ടെന്നും പറഞ്ഞ് അവൻ മാറിപ്പോവാണ്. അവനറിയാം ഹീറോയിൻ ഇത്തിരി സ്മാർട്ടാണ്, ഇവനൊരു മണ്ടൻ പോലീസ് ആണെന്ന്. പക്ഷെ അത് കാണിക്കാൻ പാടില്ലല്ലോ. എന്തായാലും ഇവൾ വരുന്ന വഴിയെ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ഒരു ആക്രിക്കാരനെ കണ്ടിരുന്നു. അയാൾ ഇവളെ പാസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് എന്തെങ്കിലും അറിയാമായിരിക്കും, നീ പുള്ളിയെ കൂടി ഒന്ന് ചോദ്യം ചെയ്യുമെന്ന് ഹീറോയിൻ പറയുന്നുണ്ട്. ശരിയെന്നും പറഞ്ഞ ആ പോലീസുകാരൻ പോവാണ്. പിറ്റേ ദിവസം ഞായറാഴ്ച ഹീറോയിനും കുടുംബവും പള്ളിയിലേക്ക് പോവാണ്. കുർബാനയൊക്കെ കഴിഞ്ഞ് ഇവരിറങ്ങാൻ നേരം ആ ബോഡിയെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഹീറോയിനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് എല്ലാവരും. ആ സമയത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും അവർ ഹീറോയിനെ വിളിക്കും, മക്തൂനിയ. ഈ ചില വെസ്റ്റേൺ കൺട്രീസ് അനാവശ്യത്തിന് നീറ്റ്നെസ് ഉള്ളവരാ. ഈ അമ്മച്ചി വിളിക്കുമ്പോൾ ഹീറോയിൻ ചെല്ലും. അപ്പൊ അമ്മച്ചി ചോദിക്കുകയാണ്, നീയാണോ ആ ബോഡി കണ്ടുപിടിച്ചത്? അതാരാണെന്നറിയോ? അറിയില്ല എന്ന് പറയാ ഹീറോയിൻ. അപ്പൊ
അപ്പൊ ഈ അമ്മച്ചി ഹീറോയിന്റെ കഴുത്തിൽ കിടക്കുന്ന മാല കണ്ടിട്ട്, നീ ഇപ്പോഴും അത് ധരിക്കുന്നുണ്ടോ? വെറോണിക്കയുടെ കയ്യിലും ഇതേപോലത്തെ ഒരു മാല ഉണ്ടായിരുന്നു. മോൾ എന്തായാലും ഫ്രീ ആയിരിക്കുമ്പം ഒന്ന് വീട്ടിലേക്ക് വരണം. ഇപ്പൊ എന്താ വീട്ടിലേക്കൊന്നും വരാത്ത? അപ്പൊ അപ്പൂപ്പൻ പറയാ, അവള് വരില്ലെന്നറിയില്ലേ, അവൾക്ക് വരാൻ ഇഷ്ടമില്ല, പിന്നെന്തിനാണ് നീ നിർബന്ധിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, ഇല്ല, വരാതിരുന്നതിന്റെ കുഴപ്പം തന്നെയാ, പക്ഷെ ഉറപ്പായിട്ടും ഞാൻ വരുന്നുണ്ട്, വീട്ടിൽ വന്ന് നിങ്ങളോട് സംസാരിക്കാം, ഇപ്പൊ പോട്ടെ എന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ മക്കള് ചോദിക്കും, അമ്മേ, ആ വയസ്സായ മുത്തപ്പനും മുത്തിയമ്മയും ആരാണെന്ന്. അതിന് ഹീറോയിൻ പറയും, അത് വെറോണിക്കയുടെ പാരന്റ്സ് ആണ്. എന്റെ കൂട്ടുകാരിയായിരുന്നു വെറോണിക്ക, അവള് ചെറുപ്പത്തിൽ കാണാതെ പോയി, ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ഈ കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരനായ യുവാവ് അങ്ങോട്ട് വരുന്നു. അയാൾ, ഹായ് വെറോണിക്ക, എന്താ ഇവിടെ? ഇതൊരു സർപ്രൈസ് ആണല്ലോ, കണ്ടിട്ട് കുറെ കാലമായല്ലോ, ഇപ്പൊ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുക. ഉടനെ വെറോണിക്ക ചിരിച്ചിട്ട് ഭർത്താവിനോട് പറയും, ഇദ്ദേഹം ആരാണെന്ന് അറിയില്ലേ? ഇങ്ങേരാണ് ഇവിടുത്തെ വെറ്റിനറി സർജൻ, നമ്മുടെ പട്ടിക്കുട്ടിയെ ഇങ്ങേരടുത്തേക്കാണ് കൊണ്ടുപോകുന്നത്, നല്ല മനുഷ്യനാ. അപ്പൊ ആ ഡോക്ടർ ഹീറോയിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ പണ്ടൊരു നഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നല്ലേ, എന്റെ ക്ലിനിക്കിൽ ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് വന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ എനിക്ക് സന്തോഷമായി. അപ്പൊ ഹീറോയിൻ പറയും, ഞാൻ ഒരുപാട് കാലമായി വർക്ക് ചെയ്തിട്ട് ഇപ്പൊ വർക്ക് ചെയ്താൽ ശരിയാവോ എന്ന് അറിയില്ല, എനിക്ക് ചില സംശയമുണ്ടെന്ന്. ഉടനെ ഭർത്താവ് ഇടപെട്ട്, ഇല്ല, അവൾ വർക്ക് ചെയ്യുന്നില്ല, കാരണം കുട്ടികൾ വളരുന്നവരെ അവരെ വീട്ടിൽ ഇരുന്ന് നോക്കാമെന്ന് പണ്ടേ ഞങ്ങൾ തീരുമാനമെടുത്ത, അതുകൊണ്ട് അവൾ വരുന്നില്ലെന്ന് പറയും. ഉടനെ ഡോക്ടർ, എന്നാ കുഴപ്പമില്ല, കുട്ടികൾ കുറച്ചുകൂടെ വലുതായിട്ട് വന്ന് ജോയിൻ ചെയ്തോളൂ, പക്ഷെ കുട്ടികളെ കല്യാണം കഴിഞ്ഞിട്ടേ വന്ന് ജോയിൻ ചെയ്യൂ എന്നൊന്നും പറഞ്ഞേക്കരുത്, അതുവരെ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇത് കേട്ട ഉടനെ ഹീറോയിൻ പൊട്ടിച്ചിരിക്കുകയാണ്. അത്ര വലിയ തമാശയൊന്നുമല്ല, പക്ഷെ ഭർത്താവിനെ ഒന്ന് ചൊറിയാൻ വേണ്ടി അവൾ വേണം വെച്ച് കുറച്ച് അമർത്തിച്ചിരിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഡോക്ടർ കുറച്ച് സ്റ്റൈലിനായതുകൊണ്ട് അങ്ങേരെ ഇഷ്ടമാണ് ചേച്ചിക്ക്. പുള്ളി പോയി കഴിയുമ്പം ഹീറോയിൻ ഒരു പോസ്റ്ററിലേക്ക് നോക്കുന്നുണ്ട്, ഒരു സൈക്കിക് തെറാപ്പിസ്റ്റ് ചെയ്യുന്ന മന്ത്രവാദിയുടെ പോസ്റ്റർ. സംഭവം, ഇവള് തന്റെ കൂട്ടുകാരിയെ കാണാതായപ്പോ ഈ മന്ത്രവാദിയെ ചെന്ന് കണ്ടതായിരുന്നു. അവളെ മാലയൊക്കെ ഊരി കൊടുത്തിട്ട്, ഇതേപോലത്തെ ഒരു മാല ധരിച്ചിരുന്ന പെൺകുട്ടിയാണ് അവള്, എന്നോട് പറയാതെ എങ്ങോട്ടും പോവില്ല, എവിടെയാ പോയെന്ന് കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് പണം കൊടുക്കുകയും ചെയ്തു. എന്നാൽ അയാള്, ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള മാറ്ററാണ്, ഒരു പെൺകുട്ടിയെ കാണാതെ പോയതിനൊന്നും ഈ പണം തികയില്ല, കുറേ അധികം പണം വേണം, എന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ഇപ്പം മോള് വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞ് ഹീറോയിൻ കരഞ്ഞോണ്ടിരിക്കുന്ന പോലും നോക്കാതെ അവളെ ഇറക്കി വിട്ടതാ. അതുകൊണ്ട് ആ കോട മന്ത്രവാദിയോട് ഭയങ്കര ദേഷ്യമാണ് നമ്മുടെ മഗ്ദൂനിയാക്ക്. ഇത് കഴിഞ്ഞ് ഇവർ ആ പൊളിറ്റീഷ്യന്റെ വീട്ടിലേക്ക് പോവാം. ഭർത്താവിന് ആ പൊളിറ്റീഷ്യനുമായിട്ട് ചില ബിസിനസ് കരാറൊക്കെ ഇല്ലേ, അതുകൊണ്ട് പുള്ളിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിലേക്ക് പോകും. അവിടെ അയാളുടെ പുതു പൊണ്ടാട്ടിയുണ്ട്. ആ പൊണ്ടാട്ടിയുടെ കൂടെ ടെന്നീസ് കളിക്കുവാണ് ഹീറോയിന്റെ ഭർത്താവ്. കളിച്ച് ക്ഷീണിച്ച് കഴിയുമ്പോൾ പിള്ളേര് ചെന്ന് ടെന്നീസ് കളിക്കുന്നു. ഹീറോയിനും ഭർത്താവും കൂടെ ആ പൊളിറ്റീഷ്യനെ ചെന്ന് കാണുക. ആ സമയത്താണ് തലേ ദിവസം നടന്ന ഒരു പാർട്ടിയെ പറ്റി അയാളുടെ ഭാര്യ സംസാരിക്കുക. ഒരു പുതിയ കാൻഡിഡേറ്റിന്റെ പ്രൈവറ്റ് പാർട്ടിയായിരുന്നു അത്, വളരെ രസകരമായിരുന്നു, നിങ്ങളും അങ്ങോട്ട് വരേണ്ടതായിരുന്നു, ഞാൻ അതിന്റെ ഫോട്ടോസൊക്കെ കാണിക്കാമെന്ന് പുള്ളിക്കാരി പറയും. അപ്പൊ ഹീറോയിന്റെ ഭർത്താവ്, ആ ഫോട്ടോസ് എന്റെ വീട്ടിൽ വെച്ച് കാണാം, നിങ്ങൾ നാളെ എൻ്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിന്നറൊക്കെ തയ്യാറാക്കാമെന്ന് പറയും. അതിനാ പൊളിറ്റീഷ്യൻ സമ്മതിക്കില്ല. ഇല്ല, നാളെ ഒരു ദിവസം എനിക്ക് ലീവുള്ളൂ, എനിക്ക് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യണമെന്ന് പുള്ളിക്കാരൻ പറയുക. അപ്പൊ ഹീറോയിന്റെ ഭർത്താവ് ഹീറോയിൻ ആ ഡെഡ് ബോഡി കണ്ട കാര്യം ഇവരോട് പറയും. അതുകൊണ്ട് അവളിപ്പോൾ ഒരു ലോക്കൽ സെലിബ്രിറ്റി ആണെന്ന് പറയുക. ഇത് കേൾക്കുമ്പോൾ പൊളിറ്റീഷ്യൻ ചോദിക്കുകയാണ്, ആ ബോഡി ആരുടേതാണെന്ന് നിങ്ങൾക്കറിയോ? ആക്രമിച്ച ആരെങ്കിലും കണ്ടോ എന്ന്. ഹീറോയിൻ ഇല്ലാന്ന് പറയാ. അപ്പൊ അയാൾ, എന്തായാലും നാളെ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, നമുക്ക് ഡിന്നർ കഴിക്കാം, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ പിറ്റേന്ന് ഇവർ ഡിന്നറിന് ഹീറോയിന്റെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ പാർട്ടിയിലുള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഇവര് പല കുശലവും പറഞ്ഞുകൊണ്ടിരിക്കുകയാവും. ആ നേരത്താണ് ഈ ബോഡി എങ്ങനെയാണ് കണ്ടതെന്ന് മൊട്ടങ്കിള് ഹീറോയിനോട് ചോദിക്കുന്നു. ഹീറോയിൻ പറയും, ഞാൻ പട്ടിയായിട്ട് നടക്കാൻ പോയതായിരുന്നു, പെട്ടെന്ന് പട്ടി എന്തോ കണ്ട് കുറച്ച് ആ ഭാഗത്തേക്ക് ഓടി, ഞാൻ പോയി നോക്കുമ്പോൾ മരിച്ചു കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡിയാണ് കണ്ടത്, മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല, കില്ലറോ കില്ലറുടെ അടയാളങ്ങളോ എനിക്ക് അവിടെ നിന്ന് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ ആ പാർക്കിലേക്ക് പോകുന്ന വഴിയെ സ്റ്റെഫാൻ എന്ന് പറഞ്ഞൊരു ആക്രി കച്ചവടക്കാരൻ എന്നെ പാസ് ചെയ്ത് പോയിരുന്നു, പോലീസ് അയാളെയാണ് സംശയിക്കണേന്ന് പറയും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ പാർട്ടി ഫോട്ടോഗ്രാഫ്സിൽ എന്തോ കണ്ട് ഹീറോയിൻ ഞെട്ടുക. സംഭവം, ഇവള് മരിച്ചു കണ്ട ആ ഡെഡ് ബോഡിയില്ലേ, അതിലെ പെൺകുട്ടി ഈ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. മഞ്ഞ ഉടുപ്പിട്ട പെൺകുട്ടിയാണത്, മറ്റേത് നമ്മുടെ ഈ മൊട്ടയുടെ ഭാര്യ. ഇതാണ് ആ മരിച്ച പെൺകുട്ടി. ഞാൻ ഉടനെ ജെയ്സക്കിനെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ ഫോൺ എടുക്കാൻ വേണ്ടി ഓടുക. അപ്പൊ മൊട്ട ചോദിക്കും ജെയ്സക്ക് ആരാണെന്ന്. ഭർത്താവ് പറയും, അത് അവളുടെ ഫ്രണ്ടാണ്, പുള്ളി ഇവിടുത്തെ പോലീസുകാരനാ, അവരൊരുമിച്ച് പഠിച്ചതായിരുന്നു, അതുകൊണ്ടാണ് അവള് വേഗത്തിൽ അയാളെ വിളിക്കാൻ പോയത്, എന്തായാലും ഇപ്പൊ തിരിച്ചു വരുമെന്ന് പറയും. ഹീറോയിൻ കുറെ നേരം ഫോൺ ചെയ്ത് പുള്ളിക്കാരൻ എടുക്കുന്നില്ല. അപ്പൊ തിരിച്ചു വരിക. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ വീട്ടിൽ വന്ന വിരുന്നുകാര് ഇറങ്ങിപ്പോയിരിക്കുന്നു. അതും പറഞ്ഞ് ഭർത്താവ് ഹീറോയിന് ചീത്ത പറയുന്നുണ്ട്. അനാവശ്യമായി ഡെഡ് ബോഡിയുടെ കാര്യമൊക്കെ എടുത്തിട്ട് എന്റെ ബിസിനസ് പാർട്ട്നേഴ്സിനെ നീ ബോറടിപ്പിച്ച് പറഞ്ഞു വിട്ടു, അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നും പറഞ്ഞ് ചീത്ത പറയും. ആ സമയത്താണ് ഹീറോയിൻ ഈ മരിച്ച പെണ്ണ് ആ പാർട്ടിയിൽ താൻ ധരിച്ചിരിക്കുന്ന അതേപോലത്തെ നെക്ലസ്, മാല ധരിച്ചിരിക്കുന്ന കാണാം. പിറ്റേന്ന് തന്നെ ഇവള് കൂട്ടുകാരൻ പോലീസിന്റെ അടുത്ത് പോയിട്ട് ഈ നെക്ലസ് കാണിച്ചു കൊടുക്കും. ഇത് 15 വർഷങ്ങൾക്ക് മുന്നേ ഇവളെ കാണാതെ പോയ കൂട്ടുകാരിയുടെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലസ് ആണ്. അതേ നെക്ലസ് ഇവള് ധരിച്ചിരിക്കുന്നു. എന്നാൽ ഇത് കൂട്ടുകാരിയല്ല, അതുറപ്പാ.
പക്ഷെ അവൾക്ക് കൂട്ടുകാരിയെ അറിയാമായിരിക്കാം. എന്തായാലും ഈ പെൺകുട്ടി ആ പൊളിറ്റീഷ്യൻ പങ്കെടുത്ത പാർട്ടിയിൽ പോയിട്ടുണ്ട്. അത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാൻഡിഡേറ്റിന്റെ പാർട്ടിയിലാണ്. ആ പാർട്ടിയിൽ വന്ന ആൾക്കാരുടെ ലിസ്റ്റ് എടുത്താൽ ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഹീറോയിൻ പറയാണ്. ഉടനെ പോലീസുകാരൻ, അതൊക്കെ ഞങ്ങളുടെ ജോലിയാ, നീ ഇവിടെ ഒരുപാട് മെയിൻ ആവണ്ട, മിണ്ടാതെ വീട്ടിൽ പോയി ചോറ് വെച്ച് ഭർത്താവിന് കൊടുക്ക്, ഞങ്ങൾ ഈ കേസ് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവാണ്. അപ്പൊ ഹീറോയിൻ, എനിക്കും ഈ കേസിനെ പറ്റി അറിയണം, കാരണം എന്റെ കൂട്ടുകാരിയുടെ നെക്ലസ് ആണത്, അവൾ കാണാതായി 15 വർഷമായി, അവൾ എവിടെയാ പോയതെന്ന് എനിക്കും അറിയണം, ഞാനും ഈ കേസിൽ ഇടപെടുമെന്ന് പറയും. ഉടനെ ജെയ്സക്ക് പോലീസുകാരൻ, അവൾ കാണാതായി 15 വർഷമായി, ഏതെങ്കിലും നാട്ടിൽ പോയി സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടാവും, നീ ഇനിയും അവളെപ്പറ്റി ആലോചിച്ച് ആ ട്രോമയെ കഴിയാതെ അത് വിട്ടുകളെ, സമാധാനത്തോടെ തിരിച്ചു പോകുന്നു പറഞ്ഞ് അവളെ പറഞ്ഞു വിടുക. ഹീറോയിൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി തന്റെ കൂട്ടുകാരിയുടെ ഓർമ്മകളായിരിക്കും ആലോചിക്കുന്നത്. അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. മാർക്കറ്റിൽ ഒരേപോലത്തെ മാല കിട്ടിയപ്പോൾ ഒരിക്കലും അഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പരസ്പരം വാങ്ങി പങ്കുവെച്ചു. എന്തായാലും പെണ്ണ് നേരെ വീട്ടിലേക്ക് പോകാതെ വേറൊരു കൂട്ടുകാരിയില്ലേ, ചൈന വിശറി കൂട്ടുകാരി, അവളുടെ വീട്ടിലേക്ക് പോവാ. ഇവരൊക്കെ ഒരുമിച്ച് പഠിച്ചായിരുന്നു ചെറുപ്പത്തിൽ. അവിടെ ചെന്നിട്ട് അവളോട് പറയും, ഞാനും വെറോണിക്കയും ഒരേപോലത്തെ നെക്ലസ് ധരിച്ചത് നിനക്കറിയുമല്ലോ, ഞങ്ങളത് മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അതേപോലത്തെ നെക്ലസ് ഈ നാട്ടിൽ ആരാണ് പണിയുന്നത്, ആരാണ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരണമെന്ന് നിനക്കറിയുമെന്ന് ചോദിക്കും. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു കൊടുക്കുകയാണ്, കൊടിമുക്ക് നഞ്ചേശ്വരത്ത് ഒരു വയസ്സൻ തന്തയുണ്ട്, ഉരുണ്ട കണ്ണുള്ള തന്ത, അയാളാണ് ഇതുപോലത്തെ മാല ഉണ്ടാക്കുന്നത്, നീ അവിടെ പോയി അന്വേഷിക്കുന്നു. ഇത് കേട്ട പെണ്ണ് അവൾ പറഞ്ഞതുപോലെ കൊടിമുക്കിലേക്ക് പോവാ. അവിടെ ഒരു പഴയ വീട്. ഈ വീട്ടിലെ തന്തപ്പനാണ് അവിടുത്തെ മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ആഭരണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ അയാളുടെ ഔട്ട് ഹൗസിൽ കുറച്ചധികം ആഭരണങ്ങൾ അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹീറോയിൻ അതെല്ലാം ചെന്ന് നോക്കുകയായിരിക്കും. പെട്ടെന്നാണ് പുള്ളിക്കാരൻ തോക്കുമായിട്ട് വരുന്നത്. ആരോ കക്കാൻ വന്നാണെന്നാണ് പുള്ളി വിചാരിക്കുക. ഉടനെ ഹീറോയിൻ, ഞാൻ കക്കാൻ വന്നതല്ല, ഒരു വിഷയം ചോദിക്കാൻ വന്നാണെന്ന് പറയും. ആ നേരത്ത് പുള്ളിക്കാരന്റെ പട്ടി ഏതോ ഡാർക്ക് ചോക്ലേറ്റ്, നിലത്ത് കിടക്കുന്ന ചോക്ലേറ്റ് എടുത്ത് തിന്നുക, ഒരു കുഞ്ഞു പട്ടി. ഇതിവർ കാണുന്നില്ല. ആ സമയത്ത് തട്ടാൻ പറയും. പുള്ളിക്കാരൻ ഇപ്പോൾ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നത് ഖത്തറിൽ നിന്ന് ഈ നാട്ടിലേക്ക് ഒരു ഷെയ്ക്ക് വരാൻ പോവാത്രേ. അയാൾക്ക് ആഭരണങ്ങൾ ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് അയാൾക്ക് വേണ്ടി ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് പറയും. ഷെയ്ക്ക് എങ്ങനെയാണ് ഈ നാട്ടിലേക്ക് വരണമെന്ന് ചോദിക്കുമ്പോൾ, മറ്റേ കോട മന്ത്രവാദി ഇല്ലേ, അയാള് ഷെയ്ക്കിന്റെ പൂച്ചക്കുട്ടിയെ രക്ഷപ്പെടുത്തിയതാണത്രേ. അതുകൊണ്ട് നന്ദി പ്രകടിപ്പിക്കാൻ വേണ്ടി ഷെയ്ക്ക് ഈ നാട്ടിലേക്ക് വരികയാണെന്ന്. ആ സമയം നോക്കി ഷെയ്ക്കിന് കുറച്ച് ആഭരണങ്ങൾ വിൽക്കാനാണ് തട്ടാമാമൻ പ്ലാൻ ഇടുന്നത്. ഇത് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പൂച്ച ചോക്ലേറ്റ് കഴിച്ചത് ഹീറോയിൻ കാണുന്നുണ്ട്. അത് പട്ടികൾക്ക് പോയിസണസാ, കഴിച്ച പട്ടികൾ ചത്തുപോകും. അതുകൊണ്ട് അതിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞ് ഇവർ പട്ടിയുമായി നമ്മുടെ വെറ്റ് സർജൻ ഇല്ലേ, അയാളടുത്തേക്ക് ഓടി വരിക. പുള്ളിക്കാരൻ ആ സമയത്ത് ക്ലിനിക്കിൽ ഉണ്ടാവില്ല. നിങ്ങൾ പോയിട്ട് പിന്നെ വരുമെന്ന് അവിടുത്തെ ചേച്ചി പറയാണ്. ഉടനെ ഹീറോയിൻ, ഞാൻ പോയിട്ട് പിന്നെ വരാനൊന്നും പറ്റില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണെന്നും പറഞ്ഞ് ക്ലിനിക്കിനകത്തേക്ക് കയറുന്നു. ഉടനെ ഈ പെൺകുട്ടി ആ ഡോക്ടറെ വിളിച്ചു വരുത്തും. ഡോക്ടർ വന്ന ഉടനെ ഹീറോയിനോട് ചോദിക്കുക, താൻ ഇവിടുത്തെ സ്റ്റാഫാണെന്ന് പറഞ്ഞല്ലേ, അങ്ങനെ ആവാൻ താല്പര്യമുണ്ടോ, എന്താണ് വിചാരിക്കണേന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ മറുപടി ഒന്നും പറയില്ല, ചിരിച്ചോണ്ട് നിൽക്കുന്നു. അപ്പൊ അയാൾ വന്ന് പട്ടിക്കുട്ടിയെ പരിചരിച്ച് വേണ്ട മരുന്നൊക്കെ കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തും. എന്നിട്ട് നാളെ കാലത്ത് 8 മണിക്ക് ഈ ക്ലിനിക്കിലേക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഹീറോയിൻ അതിന് മറുപടി ഒന്നും പറയില്ല. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുമെന്ന് അറിയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഇറങ്ങി തട്ടാനെ കൊണ്ടുപോയി വിടാൻ നേരം ഇവള് തന്റെ മാല കാണിച്ചു കൊടുത്തിട്ട്, ഈ നാട്ടിൽ ഇതുപോലത്തെ മാല ഉണ്ടാക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുമോ, ഞാനും എന്റെ കൂട്ടുകാരിയും 2 മാല ഒരേപോലെ വാങ്ങിച്ചിരുന്നു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലത്തെ മാല ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അയാൾ പറയും, ഇല്ല, ഞാനിത് 2 എണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഉണ്ടാക്കിയിട്ടില്ല, ഈ നാട്ടിൽ വേറെ തട്ടാനും ഇല്ല എന്ന് പറയാം. സോ അത് കൂട്ടുകാരിയുടെ തന്നെയാണെന്ന് ഹീറോയിൻ ഇപ്പോൾ ഉറപ്പായി. എന്നിട്ട് അവൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു ഈ കാര്യം പറയാൻ. ഈ സമയത്ത് സഹപാഠി ജെയ്സക് പോലീസുകാരൻ അവന്റെ സ്കൂട്ടർ എടുത്ത് എങ്ങോട്ടോ പോവുക. സംഭവം എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ഹീറോയിന് മനസ്സിലായി. ഹീറോയിനും ഫോളോ ചെയ്ത് പോകും. നോക്കുമ്പോൾ അവിടുത്തെ ഒരു അടഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങിൽ നിന്നും പോലീസുകാർക്കൊരു പുരുഷന്റെ ബോഡി കണ്ടുകിട്ടിയിരിക്കുന്നു. അത് മറ്റാരുമല്ല, ഈ പെൺകുട്ടി മരിച്ചില്ലേ, അവിടുന്ന് പാസ് ചെയ്തു പോയ ആ ആക്രി കച്ചവടക്കാരനാണ്. അയാളുടെ ബോഡിയാണ് ഇപ്പൊ കണ്ടുകിട്ടിയിരിക്കുന്നത്. ഈ ബോഡി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ അകത്തേക്ക് ചോദിക്കാതെയും പറയാതെയും കയറിപ്പോവാ. ഉടനെ ജെയ്സക്ക്, നീ ആരോട് ചോദിച്ചിട്ട് അകത്ത് വന്ന് ഇവൾ ആരകത്തേക്ക് വിട്ടെന്ന് ചോദിക്കുകയാണ് കൂടെയുള്ള പോലീസുകാരനോട്. പോലീസുകാരൻ പറയും, ഇത് മക്തയാണ്, നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ കൂട്ടുകാരി ഈ നാട്ടിലുള്ളത്. അതിന് ജെയ്സക്ക് പറയും, അതൊക്കെ എനിക്കറിയാം, അവള് പോലീസുകാരി ഒന്നുമല്ലല്ലോ, പിന്നെ എന്തിനാ അവിടെ കയറ്റി വിട്ടെന്ന് ചോദിക്കുക. അപ്പൊ ജെയ്സക്ക് പറയും, നീ ഇതിൽ ഇടപെടണ്ട, ഇതേതോ കള്ളൻ പണത്തിനു വേണ്ടി സ്റ്റിഫാനെ കൊന്നതാണ്, അടയാളങ്ങൾ വെച്ച് ഞങ്ങൾക്ക് അതാണ് മനസ്സിലായിരിക്കണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ, നിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റാണ്, പുള്ളിക്കാരൻ ചെറിയ പാട്ടയൊക്കെ പെറുക്കി വിറ്റ് 5 or 10 മാത്രമേ കയ്യിൽ വെക്കുള്ളൂ, പലപ്പോഴും ഭിക്ഷ അയച്ചാണ് ജീവിക്കുന്നത്, എന്നിട്ട് അയാൾ ആര് കൊള്ളയടിക്കാനാ, ഇതിലെന്തോ പന്തികേടുണ്ട്. എന്തായാലും ആ മരിച്ച വിക്ടിമിന്റെ കഴുത്തിലുണ്ടായിരുന്നത് വെറോണിക്കയുടെ നെക്ലസ് ആണെന്ന് ഞാൻ കണ്ടുപിടിച്ചു, മരിച്ച ഡെഡ് ബോഡിന്ന് നിനക്കത് കിട്ടിയോന്ന് ഹീറോയിൻ ചോദിക്കുക. പോലീസുകാരൻ പറയില്ലെന്ന്. ആ വെറോണിക്കയുടെ നെക്ലസ് സ്റ്റെഫാൻ ആയിരിക്കും എടുത്തിട്ടുണ്ടാവുക. ഒരുപക്ഷെ സ്റ്റെഫാന്റെ കയ്യിൽ നിന്ന് വേറെ ആരെങ്കിലും അത് അടിച്ചു മാറ്റാൻ വേണ്ടി അവനെ കൊന്നാണെങ്കിലോ, അതെന്നൊരു കാരണമായിക്കൂടെ. ഹീറോയിൻ പറയും, ഇല്ല, മരിച്ച ഡെഡ് ബോഡിന്ന് ആ നെക്ലസ് വേറെ ആരോ കാരണം വെച്ച് എടുത്തു മാറ്റിയിരിക്കുന്നതാണ്.
രഹസ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടി. സ്റ്റെഫാൻ ഒരുപക്ഷെ ആ കൊലപാതകം കണ്ടിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും സ്റ്റെഫാനെ കൊന്നിട്ടുണ്ടാവുക. ഇതാണ് എന്റെ കണക്കൂട്ടലെന്നും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവല്ല, ജെയ്സക് അവളെ ഇറക്കി വിടുകയാണ്. ആ നേരത്ത് ജെയ്സക് മറ്റേ കോട മന്ത്രവാദിയെ ഫോൺ ചെയ്യുന്നത് ഹീറോയിൻ കാണും. സോ മന്ത്രവാദിയുമായി ബന്ധപ്പെട്ട് എന്തോ സംഭവം ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുകയാണ്. ഇത് കഴിഞ്ഞ് പോലീസുകാരൻ മന്ത്രവാദിയെ കാണാൻ വരും. പുള്ളിക്കാരൻ എല്ലാവരെയും ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. പോലീസുകാരൻ കയറി വന്നറിയാതെ പോലീസുകാരനെയും പിടിച്ച് ശുശ്രൂഷിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പോലീസാന്ന് മനസ്സിലാകുമ്പോൾ സാറേ സോറി നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അയാളെ നിപ്പും നോട്ടവും ഫോട്ടോഗ്രാഫും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആൾ ഫ്രോഡാണ്. നമ്മുടെ പോലീസുകാരന് കേസിൽ തുമ്പൊന്നും കിട്ടിയില്ലെങ്കിൽ ഈ മന്ത്രവാദിയുടെ അടുത്തേക്കാണ് വരിക. പുള്ളിക്കാരന് വലിയ കഴിവുണ്ട്, അതുകൊണ്ട് ഈ എവിഡൻസിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു തരും എന്ന് വിചാരിച്ചിട്ടാണ് പോലീസ് ഇയാളുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ ഹീറോയിനും പുറകെ തന്നെ വന്നിട്ടുണ്ട്. താനിപ്പോൾ എത്ര രൂപയാണോ ഒരു കേസിന് വാങ്ങിക്കുന്നത്, ഇനിയും എത്ര കാലം താൻ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരിക്കും? ഹീറോയിൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ പോലീസുകാരൻ നീ ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇത് ഞങ്ങളുടെ പ്രൈവറ്റ് മാറ്റർ ആണെന്നും പറഞ്ഞ് അവളെ പിടിച്ച് പുറത്താക്കുക. അപ്പൊ ഹീറോയിൻ പറയും പണ്ട് വെറോണിക്കയെ പറ്റി ഞാൻ ഇയാളുടെ അടുത്ത് ചോദിച്ചപ്പോൾ ഒരുപാട് കാശ് വേണമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ച ആളാ, അയാളെ വിശ്വസിക്കണ്ട. അപ്പൊ കൂട്ടുകാരൻ പോലീസ് പറയും ഇയാൾക്ക് കഴിവില്ലാതെയാണോ പുറം നാട്ടിൽ നിന്നൊരു വലിയ ആള് ഇയാളെ കാണാൻ വേണ്ടി വരുന്നു? ആള് ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനാ, സാധാരണക്കാരനല്ല. അപ്പൊ ഹീറോയിൻ പറയും ആരാ വരാൻ പോകുന്നു? ഖത്തറിലെ ഷെയ്ഖല്ലേ, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അയാളെ ഈ കോടൻ പറ്റിച്ചു കാണും, പുള്ളി മണ്ടനായതുകൊണ്ട് ഇങ്ങോട്ട് വരുമായിരിക്കും. ഇത് കേൾക്കുമ്പോൾ പോലീസുകാരൻ ദേഷ്യപ്പെട്ട് ഓ അപ്പൊ നീയാണോ എല്ലാരെക്കാട്ടിലും വലിയ ബുദ്ധിശാലി? എന്നാ പിന്നെ ആദ്യം പോയി നിന്റെ കെട്ടിയോൻ ആർക്ക് വേണ്ടിയാണ് ആ പെർഫ്യൂം വാങ്ങിച്ചെന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് വന്ന് സംസാരിക്കുന്നു പറയും. ഇത് കേട്ട ഉടനെ ഹീറോയിൻ വിഷമത്തോടെ വീട്ടിലേക്ക് തിരിച്ചു വരിക. എന്നിട്ട് ഭർത്താവിന്റെ കോട്ടിലുണ്ടായിരുന്ന ആ റിസിപ്റ്റ് തപ്പി നോക്കും, അത് കാണുന്നില്ല. വേസ്റ്റ് ബിന്നി നോക്കുമ്പോൾ അതിനകത്തുണ്ട് ആ റെസിപ്റ്റ്. അതെടുത്ത് ഇവള് ഒരു പുസ്തകത്തിനകത്ത് വെക്കുകയാണ്, കാണാതെ പോകാതിരിക്കാൻ. പക്ഷെ ഇപ്പോഴും ഭർത്താവിനോട് ചോദിക്കുന്നില്ല അത് ആർക്ക് വേണ്ടിയാ വാങ്ങിയതെന്ന്. ഇത് കഴിഞ്ഞവള് ആ യോഗ ടീച്ചർ കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് ചെല്ലുക. അപ്പൊ ആ കൂട്ടുകാരി ചോദിക്കും ഈ റെസിപ്റ്റ് കിട്ടിയിട്ട് എത്ര കാലമായി, എന്തുകൊണ്ടാണ് നീ ചോദിക്കാത്തതെന്ന്. എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, പേടിയാണെന്ന് ഹീറോയിൻ പറയുക. അതേപോലെ ഇനി അയാൾക്ക് വേറെ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ എന്നെ അയാൾ ഡിവോഴ്സ് ചെയ്യോ? ഇത് കേൾക്കുമ്പോൾ കൂട്ടുകാരി പറയും അങ്ങനെ ഡിവോഴ്സ് ചെയ്യാനുള്ള ചാൻസ് ഒന്നുമില്ല, മേ ബി ഒരു ചെറിയ സെറ്റപ്പ് ബന്ധമായിരിക്കും, അത് സമയം കഴിയുമ്പോൾ തീർന്നോളും, പിന്നെ അയാൾ നിന്നിലേക്ക് തിരിച്ചു വരും. പക്ഷെ നിനക്ക് അയാളെ വേണോ വേണ്ടയോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിനക്കാണെങ്കിൽ ഇപ്പൊ ജോലി പോലും ഇല്ല, അയാളെ ഡിപ്പെൻഡ് ചെയ്താൽ കഴിയുന്നു. ഈ സമയത്ത് രണ്ട് ചോയ്സേ ഉള്ളൂ, ഒന്നുകിൽ അയാൾക്ക് പാചകം ചെയ്ത് കൊടുത്ത് കൂടെ കഴിയുക, അല്ലെങ്കിൽ നരകത്തിലേക്ക് പറഞ്ഞയക്കുക. അപ്പൊ ഹീറോയിൻ ചോദിക്കും ഞാൻ എന്താ ചെയ്യേണ്ടത്, പാചകം ചെയ്ത് കൂടെ ഇരിക്കണോ അതോ കൊന്നിട്ട് നരകത്തിലേക്ക് പറഞ്ഞു വിടണോ? കൂട്ടുകാരി പറയാണ് നിന്റെ പാചകം തന്നെ നരകമാണ്, അതുകൊണ്ട് തൽക്കാലം ഈ ശിക്ഷ മതി, അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരിയുടെ അനിയൻ ചെറുക്കൻ നമ്മുടെ പോലീസുകാരൻ അങ്ങോട്ട് വരുന്നു. സുഖല്ല മഗ്ദുനിയ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും പോള തണ്ടി ഞാൻ നിന്റെ അടുത്ത് മിണ്ടില്ല. അപ്പൊ കൂട്ടുകാരൻ നേരത്തെ നിന്നോട് ചൂടായതിന് ക്ഷമിക്കേ, നീ പറഞ്ഞത് ശരിയാ, ആ കൊലപാതകം ചെയ്തിരിക്കുന്നത് സ്റ്റെഫാനല്ല. കൊല ചെയ്ത ആയുധത്തിൽ സ്റ്റെഫാന്റെ കൈയടയാളം ഇല്ലായിരുന്നു, അതിൽ മറ്റാരുടെയൊക്കെയോ കൈയടയാളമാണുള്ളത്. ഇനിയും അതിന്റെ ഐഡന്റിറ്റി വെരിഫൈ ആയിട്ടില്ല. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും ഞാൻ പറഞ്ഞല്ലേ, എന്നിട്ട് നീ വിശ്വസിച്ചില്ല. ഇപ്പൊ സ്റ്റെഫാന്റെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? തലയ്ക്കാരോ കനമുള്ള ആയുധം കൊണ്ട് അടിച്ചിട്ടാണ് സ്റ്റെഫാനെ കൊന്നിരിക്കുന്നത്. എന്നിട്ട് അതൊരു ആക്സിഡന്റ് പോലെ ആക്കി തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കൊലപാതകമാണെന്ന് വ്യക്തമാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് പോലീസുകാരൻ നിന്റെ ഫോണൊന്ന് താ, അതിൽ ഞാൻ എന്റെ നമ്പർ എമർജൻസി നമ്പറായിട്ട് വെക്കാം. കാരണം ആ കൊലപാതകം കണ്ട സ്റ്റെഫാൻ മരണപ്പെട്ടിരിക്കുന്നു, ഒരുപക്ഷെ ബോഡി കണ്ട നിന്നെയും അവർ സംശയിക്കാൻ സാധ്യതയുണ്ട്. സോ നിന്റെ ജീവനും ആപത്തിലാണ്, അതുകൊണ്ട് ഞാൻ എന്റെ നമ്പർ എമർജൻസി നമ്പറായിട്ട് നിന്റെ ഫോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിൽ നീ ആ എമർജൻസി ബട്ടൺ അമർത്തിയാൽ ഞാൻ അവിടേക്ക് എത്തും, അതുകൊണ്ട് പേടിക്കണ്ടെന്ന് പറയുക. ആ സമയത്ത് ഭർത്താവ് വിളിക്കുന്നു, എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറയുന്നുണ്ട്. ഉടനെ അവൾ തിരികെ പോകാൻ നിൽക്കുമ്പോൾ ജെയ്സക്ക് ഞാൻ കൊണ്ടുപോയി വിടാന്ന് പറയും. അങ്ങനെ ജെയ്സക്കിന്റെ വണ്ടി കയറി ഹീറോയിൻ വീട്ടിലേക്ക് തിരിച്ചു വരിക. ഇത് കാണുന്ന ഭർത്താവ് ചോദിക്കും നീ വഴിയെ പോണ ആരുടെയെങ്കിലും കൂടെ ഇങ്ങനെ വണ്ടി കയറി വരുന്നത് ശരിയാണോ എന്ന്. അപ്പൊ ഹീറോയിൻ പറയാ അത് വഴിയെ പോണ ആളല്ല, നമ്മുടെ ജെയ്സക്കാണ്. അത് മാത്രമല്ല എന്റെ ജീവൻ ആപത്തുണ്ട്, ഐ എം ഇൻ എ മോർട്ടൽ ഡേഞ്ചർ, അത് നിങ്ങൾക്കറിയോ, അതുകൊണ്ടാണ് അവൻ എന്നെ കൊണ്ടുവന്ന് വിട്ടത്. ഇത് കേൾക്കുമ്പോൾ ഭർത്താവ് ചിരിക്കുക. നിന്റെ ജീവൻ ആപത്തോ? ആരാ നിന്നെ ഉപദ്രവിക്കാൻ പോകുന്നത്? നിന്നെ കൊന്നിട്ട് ആർക്കെന്ത് കിട്ടാനാ? പിന്നെയും ഡോണട്ട് ഒരുപാട് കഴിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഞാൻ വിശ്വസിക്കും. ഒന്ന് പോയ പെണ്ണെന്നും പറഞ്ഞ് ഭർത്താവ് അവിടെ നിന്ന് മാറിപ്പോവാ. ഇത് കേൾക്കുമ്പോൾ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരും. ഇവള് പറയുന്ന ഒരു കാര്യങ്ങളും അയാൾ മുഖവരയ്ക്ക് എടുക്കുന്നില്ല, എപ്പോഴും ഇഗ്നോർ മാത്രം ചെയ്യുന്നു. സോ അതിന്റെ ദേഷ്യത്തിൽ പിറ്റേ ദിവസം ഇവള് വസ്ത്രമൊക്കെ മാറി നേരെ ഡോക്ടറെ ക്ലിനിക്കിലേക്ക് ജോലിക്ക് പോവാ 8 മണിക്ക്. ഇത് കണ്ട് ഡോക്ടർ ഞെട്ടും. ഞാൻ ഒരിക്കലും നിങ്ങളെ പ്രതീക്ഷിച്ചില്ല, എന്തായാലും വന്നതിൽ സന്തോഷമുണ്ട്, ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ പറഞ്ഞു തരാം എന്ന് പറയാ. പെട്ടെന്ന് ആ സമയത്ത് ഒരു കോള് വരുന്നു, ഏതോ ഒരു പട്ടിക്ക് സുഖമില്ല, അതിന് ഉടനെ ചെന്ന് നോക്കണം. ഈ ഡോക്ടർക്ക് ഒരുപാട് പേഷ്യൻസ് ഉള്ളതുകൊണ്ട് അങ്ങേര് മഗ്ദയെ ആ പട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലാൻ പറയാണ്. ഇവൾക്ക് കൂടുതലായിട്ടും ഇയാളെ കൂടെ സമയം ചെലവഴിക്കണം എന്ന് പറഞ്ഞാണ് ക്ലിനിക്കിലേക്ക് വന്ന് ഇപ്പത് അയാൾ പുറത്തേക്ക് പറഞ്ഞു വിടുന്നു. കുറച്ച് അമർഷം ഉണ്ടെങ്കിലും ജോലിയുടെ കാര്യമല്ലേ, അതുകൊണ്ട് വണ്ടിയെടുത്ത് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ. ഒരു വലിയ വീട്, ആ നാട്ടിലെ പ്രധാന ബിസിനസ്സുകാരന്റെ വീടാ, പണക്കാരനാണ് പുള്ളി. ഇപ്പൊ പുതുതായിട്ട് MLA ആവാൻ മത്സരിക്കുന്ന കാൻഡിഡേറ്റുമാണ്.
ഇയാളെ വീട്ടിലായിരുന്നു അന്ന് ആ പാർട്ടി നടന്നത്. മരിച്ചുപോയ പെൺകുട്ടി വന്നില്ലേ, ആ പാർട്ടി നടന്നു. ഹീറോയിൻ അയാളുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി നമ്മുടെ ജെയ്സക്ക് പോലീസുകാരൻ അവിടെ ഉണ്ടാവും. അയാൾ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഈ പെൺകുട്ടിയെ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ബിസിനസ്സുകാരൻ പറയും അന്നത്തെ പാർട്ടി ഒരു ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു, ആരൊക്കെയോ അറിയാത്ത ആൾക്കാരും അതിലേക്ക് വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടി വന്ന് ഞാൻ ശ്രദ്ധിച്ചേയില്ല, അവൾ ആരാണെന്നും എനിക്ക് അറിയില്ല, പരിചയമില്ല എന്ന് പറയും. അപ്പൊ ബിസിനസ്സുകാരന്റെ ഭാര്യ ലേശം പ്രായമുള്ള ചേച്ചിയാണ്. ആ ചേച്ചി പറയാണ് എനിക്ക് ആ പെൺകുട്ടിയെ ഓർമ്മയുണ്ട്. ആ പെൺകുട്ടി സ്റ്റുഡിയോയിലെ ഒരു ഫോട്ടോഗ്രാഫറുമായിട്ടാണ് വന്നത്. അയാളുടെ പേര് സിസ്ലാക്ക് എന്നാണ്. ഇത് കേട്ട പോലീസുകാരൻ ചോദിക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് ആ പെൺകുട്ടിയെ ഓർമ്മയുള്ളത്, അവൾ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടാക്കിയോന്ന്. സംഭവം ഈ പെൺകുട്ടി കയറി വന്ന് നമ്മുടെ ബിസിനസ്സുകാരൻ എന്തോ കാണിക്കുന്നുണ്ട്. അത് കണ്ട് ബിസിനസ്സുകാരൻ പേടിക്കും. ഇതാണെന്ന് നടന്നത്. പോലീസുകാരൻ ചോദിക്കുമ്പം ആ അമ്മച്ചി പറയാണ് ആ പെൺകുട്ടിയും കൂടെ വന്ന ആളുമായിട്ട് എന്തോ വഴക്കുണ്ടായി, അവരടിയുണ്ടാക്കി ഇറങ്ങി പോകുന്നതാണ് നമ്മുടെ ബിസിനസ്സുകാരന്റെ ഭാര്യ കണ്ടത്. അതുകൊണ്ടാണ് ഓർത്തിരിക്കണേ, എന്തോ ഒരു സത്യം ഇവർ മറയ്ക്കുന്നുണ്ട്. എന്തായാലും ഈ കഥകളൊക്കെ കേട്ടിരിക്കുന്ന നമ്മുടെ പോലീസുകാരൻ പെട്ടെന്ന് ഹീറോയിനെ കാണാ. അവൾ ഇവനെ കണ്ട് ഒളിച്ചിരിക്കുകയായിരുന്നു. നീ ഇവിടെയും വന്നോടി പെണ്ണേ, അന്യന്റെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ അതിക്രമിച്ച് കയറിയ ഞാൻ ഇപ്പം നിന്നെ അറസ്റ്റ് ചെയ്യുന്നു പറയുമ്പം ഹീറോയിൻ പറയാ ഞാൻ അതിക്രമിച്ച് കയറിയതല്ല, പട്ടിയെ പരിശോധിക്കാൻ വന്നായിരുന്നു, ഞാനിപ്പോൾ ക്ലിനിക്കിൽ പോകുന്നുണ്ട്, അവിടുത്തെ നഴ്സാണെന്ന് പറയുക. ഉടനെ ആ ബിസിനസ്സുകാരൻ അവരെ പട്ടിയെ കൊണ്ടുപോയി ഹീറോയിന് കാണിച്ചു കൊടുക്കും. ഒരു മുഴുത്ത പട്ടി, അതിനാണ് എന്തോ രോഗമുള്ളത്. ഇതിനെ കണ്ട് ഹീറോയിൻ പേടിക്കുകയാണ്. ആ ബിസിനസ്സുകാരൻ പറയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്താൽ ഇവൻ ആക്രമിക്കില്ല, നിങ്ങൾ പേടിക്കുന്ന കണ്ടാൽ അവന് മനസ്സിലാവും കുഴപ്പക്കാരനാണെന്ന്, അങ്ങനെയാവുമ്പോൾ ആക്രമിക്കുന്നു പറയുക. എന്തായാലും ഹീറോയിൻ ഇപ്പം അടുത്തു പോകുന്നില്ല, അതിനുവേണ്ട മരുന്നും കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. നേരെ പിസ്സ കടയിലേക്ക് വന്ന് പിള്ളേർക്ക് വേണ്ട പിസയും വാങ്ങിച്ച് പോകാൻ നേരം ഒരു കറുത്ത ഉടുപ്പിട്ട മനുഷ്യൻ ഇവളെ ഫോളോ ചെയ്തു വരുന്നു. പെണ്ണ് പേടിച്ചോടിപ്പോയി. കാറി കയറാൻ നേരം അയാളെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഈ ബട്ടൺ അമർത്തിയാൽ അടുത്ത 10 മിനിറ്റിൽ പോലീസുകാർ ഇവിടെ വരും, അതുകൊണ്ട് എന്നെ കൊല്ലാൻ നോക്കണ്ട, എന്നെ കൊന്നാ നീ കുടുങ്ങുകയുള്ളൂ എന്ന് പറയാം. ഉടനെ ആ കറുത്ത ഉടുപ്പിട്ടവൻ 10 മിനിറ്റ് വരെ എനിക്ക് കാത്തിരിക്കാൻ വയ്യ, ഞാൻ ആ പിസ്സ കടയിലെ ജോലിക്കാരനാ, നിങ്ങൾ ചില്ലറ ബാക്കി വാങ്ങിച്ചില്ല, അത് തരാമെന്നാണെന്നും പറഞ്ഞ് അത് കൊടുത്തിട്ട് പോകും. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ജെയ്സക്ക് അങ്ങോട്ട് വരുന്നു. നീ ഇനിയും ചത്തില്ലേന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഹീറോയിൻ പറയാണ് നീ എന്താടാ പറഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഉള്ള സ്ഥലത്തെത്തുന്നല്ലേ, ഈ സമയം കൊണ്ട് ആ കില്ലർ എന്നെ 500 തവണ കൊന്നിട്ടുണ്ടാവും, നിന്നെയൊക്കെ നമ്പിയിരുന്ന ഞാൻ എപ്പോൾ ചത്തു എന്ന് പറഞ്ഞാൽ മതി. ഉടനെ ജെയ്സക്ക് എന്തായാലും ഇപ്പം ചത്തില്ലല്ലോ, പിന്നെ എന്തിനാ കിടന്നിങ്ങനെ തിളയ്ക്കുന്നു, എന്തായാലും ഞാൻ കണ്ടുപിടിച്ച കാര്യം പറയാം. ആ മരിച്ച പെൺകുട്ടിയുടെ കാമുകൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഉടുപി അവനെനിക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. എന്തായാലും അവനെ കാര്യമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ആ പെൺകുട്ടി ഒരു ബ്യൂട്ടി പാർലറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആ കൊലപാതകം ചെയ്ത വെപ്പണിൽ ഇയാളുടെ കൈരേഖയുണ്ട്, അത് മനസ്സിലായിട്ടുണ്ട്. ആ ഒരു തെളിവ് മതി ഇപ്പം അവനെ കൊടുക്കാൻ. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ അങ്ങനെ വരാൻ വഴിയില്ല, ഇവൻ പ്ലാൻ ചെയ്ത് മർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫിംഗർ പ്രിന്റ് മായ്ച്ചു കളയാൻ സാധ്യതയുണ്ട്. ആക്സിഡന്റലി സംഭവിച്ചാണെങ്കിൽ ഈ നേരം കൊണ്ട് അവൻ സമ്മതിക്കേണ്ടതുമായിരുന്നു. അപ്പം അതിലെന്തോ കുഴപ്പമുണ്ട്, എനിക്ക് അയാളോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ നീ പോലീസിന്റെ കാര്യത്തിൽ ഇടപെടണ്ട, വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നോക്കെന്നും പറഞ്ഞ് ഇയാളാർക്കോ ഫോൺ ചെയ്യുന്നു. ആ ഗ്യാപ്പിന് ഹീറോയിൻ ഓടി വന്ന് ഈ മരിച്ച പെണ്ണിന്റെ ഫിയാൻസിയോട് ചോദിക്കുക അവൾ കഴുത്തിലൊരു മാല അണിഞ്ഞിരുന്നില്ലേ, അതേ മാല എൻ്റെ കഴുത്തിലുണ്ട്, ഞാനതെൻ്റെ കൂട്ടുകാരിക്ക് കൊടുത്തതായിരുന്നു, നിങ്ങളുടെ വുഡ്ബിക്ക് ആ മാല എവിടെ നിന്നാണ് കിട്ടിയത്? അതിനാ ഫിയാൻസി പറയും അവളെ കയ്യിൽ ആ മാലയുള്ളത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവൾ ഒരിക്കലും ധരിച്ചിട്ടില്ല, ഈ ഒരു പാർട്ടിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോഴാണ് അവൾ വാണ്ടഡ്ലി ആ മാല ധരിക്കുന്നത്, അതെന്തിനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല, എവിടുന്ന് ആ മാല കിട്ടിയെന്ന് ചോദിക്കുമ്പം എനിക്കറിയില്ല എന്ന് പറയും. എന്തായാലും ഈ പാർട്ടിക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ ഫ്രീക്ക് ഔട്ടായി. സോ ഇയാളാണ് ആ ലേഡിയെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത്. ഇയാളെന്തോ ബിസിനസ്സുകാരനാ. അങ്ങനെ മീറ്റിങ്ങിനായി ഈ പാർട്ടിയിലേക്ക് വന്നു, കൂടെ തൻ്റെ കെട്ടാൻ പോണ പെണ്ണിനെയും കൊണ്ടുവന്നായിരുന്നു. ഇപ്പം എന്തായാലും ആ വിവരങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് ഹീറോയിൻ ഈ മരിച്ച പെൺകുട്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നില്ലേ ഒരു ബ്യൂട്ടി പാർലറിൽ, അങ്ങോട്ട് ചെല്ലുകയാണ്.